കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി കൃഷികൾ കരുത്തായി വളർന്ന് നിറയെ കായ്ഫലം ലഭിക്കാനായിട്ട് ചോറ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മാജിക്കൽ ജൈവ വളക്കൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാ പച്ചക്കറികളും തിങ്ങി നിറഞ്ഞ് കായ്ക്കാനും 10 ഇരട്ടി വിളവ് ലഭിക്കാനും ചോറ് ഇങ്ങനെ തയ്യാറാക്കി പച്ചക്കറി ചെടികൾക്ക് ഒന്ന് കൊടുത്തു നോക്കും. നിങ്ങൾ ചോറിനോടൊപ്പം വീട്ടിൽ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് 2 സാധനങ്ങൾ കൂടി വേണം ഈ വളക്കൂട്ട് തയ്യാറാക്കുന്നതിലേക്ക്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. വളം തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, പച്ചക്കറി തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നല്ല ആരോഗ്യമുള്ള തൈകൾ വേണം നടാനായിട്ട്. ചെടികൾ നട്ട് 1.5 ആഴ്ചയാകുമ്പോൾ നമുക്ക് ആദ്യ വളം നൽകാവുന്നതാണ്. വളം കൊടുക്കുന്നതിന് മുമ്പ് ചെടിയുടെ കടക്കലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. ഏത് വളം ചെയ്യുമ്പോഴും ഏത് സമയത്തും മണ്ണ് ഇളക്കിയതിന് ശേഷം മാത്രമേ വളം നൽകാവൂ. ആദ്യ വളം നാം സാധാരണ ചെയ്യാറുള്ള പോലെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത മിശ്രിതമാണ് ആദ്യം നൽകേണ്ടത്. അതുപോലെ തന്നെ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും വെള്ളത്തിൽ അലിയിച്ച് പുളിപ്പിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് കൊടുക്കുന്നത് ചെടികൾ പെട്ടെന്ന് വളരാനായി നല്ലതാണ്. അതിനുശേഷം ചെടി കരുത്തായി വളർന്ന് പൂവിട്ട് തുടങ്ങുമ്പോഴാണ് നാം തയ്യാറാക്കുന്ന മാജിക് വളം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് അളവിൽ ചോറാണ് നമുക്ക് വേണ്ടത്. വീട്ടിൽ നാം ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നതോ വേസ്റ്റായി പോകുന്നതോ ആയ ചോറ് എടുത്താലും മതി. ആദ്യം തന്നെ 1 കപ്പ് അളവിൽ ചോറ് എടുത്ത് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അതിൻ്റെ കൂടെ ഒരച്ച് ശർക്കര കൂടി ചേർക്കണം. അതിനുശേഷം ഈ ബക്കറ്റിലേക്ക് പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമോ കഞ്ഞിവെള്ളമോ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു 5 ദിവസം ഇതൊന്ന് മൂടി വെച്ച് തണലുള്ള സ്ഥലത്തേക്ക്, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് ഒരു 5 ദിവസം ഒന്ന് മാറ്റി വെക്കാം നമുക്ക്. ഈ പാത്രത്തിലുള്ളത് ഞാൻ 4-5 ദിവസം മുമ്പ് ഈ പറഞ്ഞ പ്രകാരം തന്നെ തയ്യാറാക്കി വെച്ച കൂട്ടാണ്. ഇതിലിപ്പോൾ ശർക്കരയും ചോറും ഒക്കെ നല്ല പോലെ മിക്സായി ചേർന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അത്ര അളവിലെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ സ്യൂഡോമോണസ് ചേർത്ത് നല്ല പോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വീട്ടിൽ ബാക്കി വരുന്ന ചോറ് ഒരിക്കലും ചെടികൾക്ക് നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കരുത്. പെരിച്ചാഴി എലിയുടെ ശല്യവും ഉറുമ്പിൻ്റെ ശല്യവും മൂലം ചെടി തന്നെ പറിച്ചു കളയും അവർ. അതിനാൽ നേരിട്ട് ചോറ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാതെ ഇതേപോലെ പുളിപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പുളിപ്പിച്ച് ഒഴിക്കുന്നത് കൊണ്ട് ചെടികളുടെ വേരുകൾക്ക് ആവശ്യമായ കാർബൺ ലഭിക്കാൻ സഹായമാകും. വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെടികളുടെ കടക്കലെ മണ്ണ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തടം പോലെ ഉണ്ടാക്കി അതിലേക്കാണ് വളക്കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് 2 ആഴ്ചകൾ കൂടുമ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു മണ്ണ് ഇളക്കുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് വേരുകൾക്ക് നല്ല വേരോട്ടം ഉണ്ടായാലേ ചെടികളൊക്കെ നാം വിചാരിച്ച പോലെ സൂപ്പറായി വളരുകയുള്ളൂ. അപ്പോൾ നിങ്ങളും ചിലവൊന്നുമില്ലാത്ത വളരെ സിമ്പിളായ ഈ ഒരു രീതിയിൽ വളം തയ്യാറാക്കി അത് മുളകിനായാലും തക്കാളിക്കായാലും വഴുതനക്കായാലും പയറിനായാലും ഏത് പച്ചക്കറിയാണെങ്കിലും അതിനൊക്കെ വളരെ സൂപ്പറായ ഒരു വളക്കൂട്ടാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും, അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.